പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റിട്ടേൺഡ് അൺഓപ്പൺഡ് എന്ന് എഴുതി വച്ചിരിക്കുന്ന ഒരു ശവകുടീരം നമ്മളെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. റിട്ടേൺഡ് അൺഓപ്പൺഡ്, തുറക്കപ്പെടാതെ തിരിച്ചുപോയ ഒരു ജീവിതം, തുറക്കപ്പെടാതെ തിരിച്ചുപോയ ഒരു ജീവിതം. ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് ഉപയോഗിക്കുന്നൊരു വാക്ക് എഫ്ഫാത്ത എന്നുള്ളതാണ്, തുറക്കപ്പെടട്ടെ. ഒരു ബധിരനെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കർത്താവ് ഉപയോഗിക്കുന്ന വാക്കാണ് തുറക്കപ്പെടട്ടെ. കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക്, അവൻ്റെ കൃപകളിലേക്ക്, അവൻ്റെ പരിപാലനയിലേക്ക്, അവൻ നമുക്ക് നൽകുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളിലേക്ക് എൻ്റെ ജീവിതം തുറക്കപ്പെടട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥനയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഏറ്റുചൊല്ലുന്നത്. എഫ്ഫാത്ത, കർത്താവെ തുറക്കപ്പെടട്ടെ. ഇങ്ങനെ ഇത്രയും കാലമായിട്ടും ഒരു തുറവിയുമില്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങൾ, സെൽഫ് മെയ്ഡ് മാൻ എന്നൊക്കെ പറഞ്ഞ് ചില മനുഷ്യർ ബോസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, അഹങ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് കെട്ടി ഉയർത്തിയ കാര്യങ്ങളെക്കുറിച്ചിട്ട്, ഞാൻ സമ്പാദിച്ചെടുത്ത നേട്ടങ്ങളെക്കുറിച്ചിട്ട്. പക്ഷേ ഓർക്കണം, അയാളുടെ പിന്നിൽ ഇങ്ങനെ കരുതലോടും കാവലായും ക്രിസ്തു ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമായിരുന്നു, ദൈവം കൂടെ നടന്നതുകൊണ്ട് മാത്രമായിരുന്നു തൻ്റെ ജീവിതത്തിൽ ഇതുവരെ എത്തിയതെന്ന് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഈ മനുഷ്യൻ ഇങ്ങനെ അന്ധകാരത്തിൽ കഴിയുന്നു എന്നുള്ളതാണ് സത്യം. തുറക്കപ്പെടട്ടെ എന്നുള്ളതാണ് കർത്താവിൻ്റെ ഓർമ്മപ്പെടുത്തൽ. എഫ്ഫാത്ത വലിയൊരു തുറക്കപ്പെടലിൻ്റെ കഥ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ധ്യാനിച്ചതാണ്. വല നിറയെ മീൻ കിട്ടി നിൽക്കുന്ന ഒരു ചാകരപ്പീത്തിൻ്റെ ഒരു രാത്രിയിൽ യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസ്ലീഹിയോട് വിളിച്ചു പറയുന്നുണ്ട്, അത് കർത്താവാണ്. എൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളുടെയും പിന്നിൽ കർത്താവ് നിൽക്കുന്നുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ്, ആ തുറവി, അത് കർത്താവാണ്. ഈ തുറവിയിലേക്കാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, എൻ്റെ വാക്ക് കേൾക്കുക. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, എൻ്റെ വാക്ക് കേൾക്കുക. കർത്താവിങ്കിലേക്ക് തുറക്കപ്പെടാതെ നമ്മളിങ്ങനെ തിരിച്ചു പോകുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈശോയുടെ സ്നേഹത്തിലേക്ക് തുറക്കപ്പെടാത്തിടത്തോളം കാലം നമ്മളിങ്ങനെ പരാതി പറഞ്ഞും കണക്ക് പറഞ്ഞും നമ്മളിങ്ങനെ സ്നേഹിക്കുന്നു പറയുന്നുണ്ട്. പക്ഷേ ഈശോയുടെ വിശുദ്ധമായ സ്നേഹത്തിലേക്കൊന്ന് തുറവിയില്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് പരാതികൾ മാത്രം ബാക്കിയുണ്ടാവും. നമുക്ക് കണക്ക് പറച്ചിലുകളായിരിക്കും ഓരോ കാര്യത്തിനും. ഞാൻ അത് ചെയ്തതല്ലേ, ഇത് ചെയ്തു കൊടുത്തതല്ലേ, ഇത്രയൊക്കെ മാറ്റിവെച്ചതല്ലേ, എന്നിട്ട് അവരെന്നോട് ഇങ്ങനെയല്ലേ ചെയ്തത്. സ്നേഹം ഇങ്ങനെ പരാതിക്ക് വഴിമാറും. കർത്താവിൻ്റെ ആ വിശുദ്ധമായ പരാതിയില്ലാത്ത കണക്ക് പറച്ചിലുകളില്ലാത്ത സ്നേഹത്തിലേക്ക് നമുക്ക് തുറവി കിട്ടിയില്ലെങ്കിൽ അന്ത്യത്താഴ സമയത്ത് നാളെ ഒറ്റിക്കൊടുക്കുമെന്നും തള്ളിപ്പറയുമെന്നും വിട്ടുപേക്ഷിച്ചു പോകുമെന്നും അറിയാവുന്ന മനുഷ്യരോടാണ് ഒരു പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ, ഈ 3 വർഷക്കാലത്തെ ഒരു കണക്ക് പറച്ചിലുകളുമില്ലാതെ കർത്താവ് ഇങ്ങനെ ജീവൻ വിഭജിച്ചു കൊടുക്കണത്. നിങ്ങൾ ഭക്ഷിക്കുക, നിങ്ങൾ പാനം ചെയ്യുക. ഇങ്ങനെയൊരു സ്നേഹത്തിലേക്ക് തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുതലിലേക്കും കരുണയിലേക്കും ജീവിതം ഒന്ന് തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എത്രമാത്രം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന നേരത്തും കർത്താവ് എന്നെ കരുതുന്നുവെന്ന് കാക്കയെ കൊണ്ട് പ്രവാചകനെ തീറ്റിപ്പോറ്റിയ ഒരാളാണെന്നറിയണം. സിംഹത്തിൻ്റെ വായിൽ നിന്നും തീജ്വാലകളിൽ നിന്നും തൻ്റെ പ്രിയപ്പെട്ടവരെ കാത്തു സംരക്ഷിച്ച ദൈവമാണെന്നറിയണം. മരുഭൂമിയിൽപ്പെട്ട് വീണു പോവാതെ, ഭക്ഷണമില്ലാതെ വിശന്ന് പൊരിഞ്ഞ് മരിച്ചു പോകാതെ, കടലിൻ്റെ നടുവിൽ പാത വെട്ടി അവരെ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും സ്വർഗത്തിൻ്റെ അപ്പം നൽകി കാടപ്പക്ഷികളെ നൽകി അവരുടെ വിശപ്പകറ്റുകയും ചെയ്ത ദൈവമാണെന്നറിയണം. പിന്നെ കരുതലിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കരുതലിലേക്ക് ഒന്ന് തുറക്കപ്പെടുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളെക്കുറിച്ചുള്ള പരാതി പറച്ചിലുകൾ നമുക്കില്ലാതാവും. അവൻ്റെ കരുണയിലേക്കൊരു തുറവി കിട്ടണം. നമുക്ക് എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര വലിയ പാപമാണെങ്കിലും, എത്ര ആവർത്തിക്കപ്പെടുന്ന പാപമാണെങ്കിലും, എത്ര പഴയ പാപമാണെങ്കിലും, എൻ്റെ കർത്താവിൻ്റെ കരുണയിലേക്ക് തിരികെ ചെല്ലുമ്പോൾ അവൻ എന്നെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നു എന്നുള്ളൊരു തുറവി ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നമ്മളുടെ പാപങ്ങളിൽ തന്നെ മരിക്കുമെന്നൊക്കെയുള്ളൊരു വചനമുണ്ട്. നമ്മളിങ്ങനെ അതേ പാപത്തിൽ തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും.
സ്വർഗത്തിൻ്റെ അനന്തമായിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്ക് വരപ്രസാദങ്ങളിലേക്കൊരു തുറവി ഉണ്ടാവണം. അതല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സന്തോഷവും സുഖവും എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളിൽ നമ്മളിങ്ങനെ കുരുങ്ങിപ്പോകും. ഇങ്ങനെയുള്ള തുറവികൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കണ്ടേ. കർത്താവിങ്കിലേക്കൊരു തുറവി, എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്കുള്ള തുറവി, അവിടെ നിന്ന് എന്നെ സ്നേഹിക്കുന്നുവെന്നുള്ള ഒറ്റ തിരിച്ചറിവിൽ എല്ലാ പരാതിയും തീരും. എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്നും മനസ്സിലാക്കുന്നില്ലെന്നും കൂടെ നിൽക്കുന്നില്ലെന്നൊക്കെയുള്ള പരാതികളുമായിട്ട് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ തമ്പുരാൻ്റെ സ്നേഹത്തിലേക്കുള്ള ഒരു ദർശനം കിട്ടിയാൽ, ഒരു തുറവി കിട്ടിയാൽ, ഉറപ്പായിട്ടും ആ ഒരു ഓപ്പൺനെസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് പരാതിയില്ല. കർത്താവെ, തുറക്കപ്പെടട്ടെ, ഞങ്ങളുടെ ജീവിതങ്ങളും തുറക്കപ്പെടട്ടെ. ഞങ്ങളുടെ കണ്ണുകളിലും കാതുകളിലും അങ്ങയുടെ കരങ്ങൾ വെച്ച്, ഞങ്ങളുടെ ശിരസിൽ അങ്ങയുടെ കരം ചേർത്ത് വെച്ച് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒന്നുകൂടെ പ്രാർത്ഥിക്കണമേ. എഫ്ഫാത്ത, തുറക്കപ്പെടട്ടെ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും എടുത്തു മാറ്റുന്ന വിധത്തിൽ, സ്വർഗം വന്ന് നിറയുന്ന വിധത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ തുറക്കപ്പെടട്ടെ. മറ്റുള്ളവരെ ഇങ്ങനെ വേദനിച്ച് നിൽക്കുന്ന ഇടങ്ങളിലും, മറ്റുള്ളവരെ പരാതി പറയുന്ന ഇടങ്ങളിലും ഈശോയെ അങ്ങയുടേതായി ജീവിക്കാനും മാത്രമുള്ള വലിയ പ്രത്യാശയിലേക്ക് ഞങ്ങളുടെ ജീവിതം തുറക്കപ്പെടട്ടെ. പ്രാർത്ഥന ഇങ്ങനെ നീണ്ടുപോകും. ഒറ്റ കാര്യമുള്ളൂ, തുറക്കപ്പെടട്ടെ. നമ്മുടെ ജീവിതങ്ങളിങ്ങനെ അടഞ്ഞു പോയല്ലേ ആവാതെ, റിട്ടേൺഡ് അൺഓപ്പൺഡ്, കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാതെ, അവിടുത്തെ കരുതൽ അനുഭവിക്കാതെ, അവിടുത്തെ പ്രത്യാശ അറിയാതെ ഒക്കെ തിരിച്ചു പോകേണ്ടി വരുന്നത് എന്തൊരു വലിയ ദുര്യോഗമാണെന്നറിയാം. കർത്താവെ, തുറക്കപ്പെടട്ടെ ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങിലേക്കും സ്വർഗത്തിൻ്റെ വലിയ സന്തോഷത്തിലേക്കും പ്രകാശത്തിലേക്കും തുറക്കപ്പെടട്ടെ. അതിനായി അങ്ങ് ഞങ്ങളുടെ മേൽ കരം വെച്ച് ആശീർവദിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ മുട്ടിന്മേലായി. കാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ഈ ലോകത്തിൻ്റെ മായക്കാഴ്ചകൾ കൊണ്ട് അന്ധകാരമായി പോയ ഞങ്ങളുടെ മിഴികൾ, വ്യർത്ഥമായിട്ടുള്ള ഭാഷണങ്ങൾ കൊണ്ട് ഇങ്ങനെ മൂടിപ്പോയിട്ടുള്ള ഞങ്ങളുടെ അധരങ്ങൾ, കർത്താവിന് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ കേട്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേട്ട് ഇങ്ങനെ മൂടിപ്പോയിട്ടുള്ള ഞങ്ങളുടെ ചെവികൾ, ഇവയൊക്കെ ഒന്ന് അങ്ങയിലേക്ക് തുറക്കാൻ മനസ്സാകണേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങൾ കണ്ണ് തുറക്കുമ്പോൾ അങ്ങയെ കാണാൻ, കാത് തുറക്കുമ്പോൾ അങ്ങയുടെ സ്വരം കേൾക്കാൻ, വാ തുറക്കുമ്പോൾ അങ്ങയുടെ വചനങ്ങൾ പറയാൻ. കർത്താവെ, ഞങ്ങളെ ആശീർവദിക്കണേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് വിശ്രമത്തിലേക്ക് പോകാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ.